ഈവനിങ് ഞാൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാമോ? ഓഡിബിൾ ആണോ? ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു റഫ് ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ, ഒരു ജസ്റ്റ് 1A4 സൈസ് ഉണ്ടെങ്കിൽ നല്ലത്. ഒരു 25 to 30 മിനിറ്റ്സിന്റെ ഞാനൊരു കോൺസെപ്റ്റ് പറയും. വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ടുഡേ. ഓക്കെ, റാൻഡം ആയിട്ടൊരു ടോപ്പിക്. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് സ്ക്രീൻ? നോക്കൂ, ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ്. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് കഥ പോലെ കേട്ടാൽ മതി. വട്ട് എവർ വി ആർ സെയിങ് അത് കേൾക്കുക. ആൻഡ് അറ്റ് ദി എൻഡ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഐ ഹാവ് സോർട്ടഡ് 3 to 4 ക്വസ്റ്റ്യൻസ്. സോ വിൽ സോൾവ് ദം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഒന്ന്. പിന്നെ രണ്ട്, നിങ്ങൾക്ക് അറ്റ് എനി ടൈം സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്. ഇനി അതല്ല, ദാറ്റ് മീൻസ് ഓഡിയോ ആൻഡ് വീഡിയോ മാച്ച് ആവുന്നില്ല, യു മേ ഇന്ററപ്റ്റ് കേട്ടോ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഞാൻ കണ്ടു എന്ന് വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പിന്നെ ഇങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിക്കുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ സ്പീക്ക് അപ്പ്. മോണോട്ടോണിക് ആയിട്ട് എടുത്ത ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. സോ ഇറ്റ് ബി ഗുഡ് ഇഫ് യു റെസ്പോണ്ട്. അടിയൊന്നും വിചാരിക്കേണ്ട. വാട്ട് എവർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി മേ ഗെറ്റ് ടു നോ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഓൺ എ ടോപ്പിക്. ഓക്കെ, സോ ഒരു റഫ് ഷീറ്റ് ഉണ്ട് വെച്ചാൽ നല്ലത്. ഒന്ന് എടുത്ത് വെച്ചിട്ട് വിൽ ബിഗിൻ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, കോർഡിനേഷനിൽ നിന്ന് റാൻഡം ആയിട്ടൊരു ടോപ്പിക് എടുക്കുന്നു. ഓക്കെ, റെഡി? തുടങ്ങാം. ഓക്കെ, സോ സി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് വെച്ചാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്തിനാ ഓരോരോ തിയറീസ് വരുന്നത്? ദർ ആർ സെവറൽ തിയറീസ് ട്ടോ. ജസ്റ്റ് നിങ്ങൾ ഒരു കഥ പോലെ കേട്ടാൽ മതി, നോട്ട്സ് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കാര്യം കൂടെ, ഒരു പക്ഷെ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇറ്റ് മൈറ്റ് ബി വെരി ബേസിക് ടു സം, അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ചത് പരിചയം തോന്നുന്നുണ്ടാവില്ല. എന്താണെങ്കിലും we'll be discussing all the basic terminologies. അത് ഏതൊരു മോഡ്യൂൾ തുടങ്ങുന്നതിന് മുൻപാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, അറിയാത്തവരുണ്ടാകാം. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടാവാം. അപ്പോ ഇൻ നിയർ ഫ്യൂച്ചർ നമ്മൾ അതിന്റെ അഡ്വാൻസ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ടെർമിനോളജീസിൽ നമുക്ക് ഡൗട്ട് ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, എന്നാലും കേൾക്കുക. ഓക്കെ, സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ there are several theories. Werner's theory ഉണ്ട്. We have Werner's theory. First theory ആണ് Werner's theory. Okay, ആൽഫ്രഡ് വേർണർ അല്ലെ, ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയതാണ് ഈ സയന്റിസ്റ്റ് 1913. ഓക്കെ, Werner's theory ഉണ്ട്. Then we have valence bond theory, VBT. അത് കഴിഞ്ഞിട്ട് വന്നതാണ് CFT, crystal field theory. And അത് കഴിഞ്ഞിട്ട് വന്നതാണ് ligand field theory. അപ്പൊ ഇതുപോലെ കുറെ തിയറീസ് ഉണ്ട് കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത്. എന്തിനാണ് ഈ തിയറീസ് ഒക്കെ? നോക്കൂ, ഈ തിയറീസ് ഒക്കെ ഓരോന്നായിട്ട് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇപ്പൊ സപ്പോസ് ചില കോംപ്ലക്സുകൾ ഒക്കെ പാരാമാഗ്നറ്റിക് ആണ്, നേരെ മറിച്ച് ചിലതൊക്കെ ഡയാമാഗ്നറ്റിക് ആണ്. സപ്പോസ് യു ഹാവ് എ കോംപ്ലക്സ് ലൈക്ക് ദിസ് എന്ന് വിചാരിക്കും. ദിസ് ഇസ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ തരാണ്. സപ്പോസ് യു ഹാവ് എ നിക്കൽ കോംപ്ലക്സ് എന്ന് വിചാരിക്കൂ. ഓക്കെ, 4 ലിഗാൻഡ്സ് ഉള്ള ഒരു നിക്കൽ കോംപ്ലക്സ് like this suppose. അപ്പൊ ഇവിടെ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ, മെറ്റലിന് ചുറ്റും 4 ലിഗാൻഡ് ആണുള്ളത്, 4 പേരും ക്ലോറിൻ ആണ്. ഓക്കെ, ഇത് നോക്കുമ്പോ ദിസ് ഇസ് പാരാമാഗ്നറ്റിക് എന്ന് കാണുന്നു, പാരാമാഗ്നറ്റിക് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് ഇതേ നിക്കലിനെ ഇഫ് യു ചേഞ്ച് ദ ലിഗാൻഡ്, ഇതിന്റെ കൂടെയുള്ള ഈ ലിഗാൻഡിനെ മാറ്റുമ്പോൾ, സപ്പോസ് ഇഫ് യു റീപ്ലേസ് ഇറ്റ് ബൈ സയനൈഡ്, സെയിം. ഓക്കെ, ഇവിടെ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഇവിടെയും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ലിഗാൻഡ് മാറുമ്പോൾ ഇവൻ ഡയമാഗ്നറ്റിക് ആവുന്നു. വൈ? ഓക്കെ, സപ്പോസ് യു ഹാവ് എ ഹൈപ്പോത്തറ്റിക്കൽ കോംപ്ലക്സ്. ഹൈപ്പോത്തറ്റിക്കലി ഞാൻ വരയ്ക്കുകയാണ്. ദിസ് ഇസ് ഇങ്ങനൊരു ലിഗാൻഡ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഐ മീൻ ഇങ്ങനെ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കാം.
സോ ഇവിടെ എൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലിഗാൻഡ്, എൽ പ്രൈം എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ട്രാൻസ് പൊസിഷനിലാണ് ഇവർ. ഓക്കെ, ട്രാൻസ്. ആൻഡ് ഇതുപോലെ തന്നെ അനദർ കോംപ്ലക്സ് എല്ലും എൽ പ്രൈമും എന്തുമായിക്കോട്ടെ കേട്ടോ, എന്തുമായിക്കോട്ടെ. സോ ഇവിടെ എല്ലിന്റെ പൊസിഷൻസ് എന്താ? അഡ്ജസന്റ് ആണ്. ദിസ് ഇസ് സിസ്, ദിസ് ഇസ് ട്രാൻസ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പെരിമെന്റിൽ നിങ്ങൾ ഇത് രണ്ടുപേരും ഇവരുടെ അക്വസ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ എടുക്കാന്ന് വിചാരിക്കൂ. ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന കളർ രണ്ടും രണ്ടായിരിക്കും അറ്റ് ടൈംസ് സർട്ടൻ കോംപ്ലക്സസിൽ. സപ്പോസ് ഇവൻ കുറച്ച് പെയിൽ ഗ്രീൻ ആണെങ്കിൽ ഇവൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കും, ഗ്രീൻ ആയിരിക്കും. വൈ? എന്തുകൊണ്ട്? സി, മെറ്റൽ ഇസ് ദ സെയിം, ലിഗാൻഡ്സ് ആർ ദ സെയിം. ആകെപ്പാട് എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഇവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളൂ. വൈ ഇസ് ഇറ്റ് സോ? അതുപോലെ തന്നെ ഇവരുടെ സ്പെക്ട്രം ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ എപ്പോഴും ഒരു ബ്രോഡ് സ്പെക്ട്രം മാത്രം കിട്ടിയെന്ന് വരില്ല. യു ക്യാൻ സി ഷോൾഡേഴ്സ്, ഇങ്ങനെ ഷോൾഡേഴ്സ് ഒക്കെ കാണാം. എന്തുകൊണ്ട് ഷോൾഡർ? വൈ? എന്തുകൊണ്ട് വരുന്നു? സോ ഇത്തരത്തിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പല എക്സിബിറ്റ് സെവറൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അവരുടെ കളർ ആയിക്കോട്ടെ, അവരുടെ മാഗ്നറ്റിസം ആയിക്കോട്ടെ, അവരുടെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റ് ഹാവ് കം അപ്പ് വിത്ത് സെവറൽ തിയറീസ്. അതിലൊന്നാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങളുടെ പ്രീവിയസ് 2018 നടന്ന എക്സാമിന് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വി കൻ സോൾവ് 4 of them today. ഓക്കെ, 4 of them. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി തുടങ്ങാം. ഓക്കെ, സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വരുന്നത് VBTക്ക് ശേഷമാണ്. VBTയുടെ കുറച്ച് ലിമിറ്റേഷൻസ് കാരണമാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വന്നേക്കുന്നത്. ഓക്കെ, ഐ വോണ്ട് ബി മെൻഷനിങ് അബൌട്ട് ദി ലിമിറ്റേഷൻസ്, കാരണം നമ്മൾ അത് പഠിച്ചിട്ടില്ല. വിൽ ഡയറക്ട്ലി ഡൈവ് ഇൻ ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓർ CFT. പോയിന്റ് 1, VBTയിൽ എല്ലാം പറയുന്നതിന്റെ ബേസിസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ്. മെറ്റലിന്റെ അറ്റോമിക് ഓർബിറ്റലും ലിഗാൻഡിന്റെ അറ്റോമിക് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ sp3 ഓർ sd3, സ്ക്വയർ പ്ലേനാർ ആണെങ്കിൽ dsp2. ഓക്കെ, അങ്ങനെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് VBTയിലുണ്ട്, CFTയിൽ ഇല്ല. ഓക്കെ, ഇവിടെ അവർ ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് പറയുന്നില്ല. നോ ഹൈബ്രിഡൈസേഷൻ, നോ ഹൈബ്രിഡൈസേഷൻ ഓർ നോ ഓവർലാപ്പിംഗ്. ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഓവർലാപ്പിംഗോ ഹൈബ്രിഡൈസേഷനോ ഒന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഒന്ന്. ഓക്കെ, ഇവിടെ അവർ സംസാരിക്കുന്നത് we are explaining the whole theory on the basis of electrostatic interactions. Very important. ഇനി അങ്ങോട്ടുള്ള 20 മിനിറ്റ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് interaction തന്നെയായിരിക്കും. The whole theory is explained based on this interaction, electrostatic interactions. Okay? അതിന്റെ ബേസിസ്, ജസ്റ്റ് ഇന്ററാക്ഷൻസിന്റെ ബേസിലാണ് ഈ ഹോൾ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത്. ആർക്കിടയിൽ ഇന്ററാക്ഷൻസ് നടക്കുന്നേ? ആരൊക്കെയല്ലേ? അതെ, എക്സാക്ട്ലി അല്ലെ. നമുക്ക് മെറ്റൽ ഉണ്ടാവും, ചുറ്റും ലിഗാൻഡ് ഉണ്ടാവും. വട്ട് എവർ ദി കോർഡിനേഷൻ നമ്പർ, സപ്പോസ് എക്സ് ലിഗാൻഡ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. ആൻഡ് കോംപ്ലക്സിന് ചാർജ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓർ ഇറ്റ് കുഡ് ബി ഈതർ പോസിറ്റീവ് കാറ്റയോണിക് കോംപ്ലക്സ് ആവാം, അനയോണിക് കോംപ്ലക്സ് ആവാം. ഇറ്റ് ഡിപെൻഡ്സ്. Okay, so electrostatic interactions between metal and the ligand. Metal ne em kondu sujipikkunnu ligand. Okay. That is the main point. ഇവിടെ hybridization എന്നൊന്നുമില്ല. But questions വരുമ്പോൾ club ചെയ്തിട്ട് വരും. Okay, I'll show you one question. ചോദിച്ചിട്ടുള്ളത് കാണിച്ചു തരാം at the end. Next. CFTയില് ligands. Okay. നിങ്ങൾ ഇപ്പോൾ റെഫറൻസ് ബുക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ലിഗാൻഡ്സിനെ 2 രീതിക്കാണ് അവർ ടേംസ് യൂസ് ചെയ്തേക്കുന്ന 2 എണ്ണാണ്. ഒന്ന്, ലിഗാൻഡ്സ് ആർ ദ പോയിന്റ് ചാർജസ് ഒന്ന്. ഓക്കെ, or the second one is point dipoles. Okay ആണോ? സൈസ് ഓക്കെ ആണോ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? റീഡബിൾ അല്ലേ? Yes. Okay, fine. So ഒന്നെങ്കിൽ ലിഗാൻഡ്സിനെ അവര് ഒന്നെങ്കിൽ ലിഗാൻഡ്സിനെ പോയിന്റ് ചാർജസ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് ഡൈപോൾസ് ആയിട്ടോ ആണ്. വാട്ട് ആർ പോയിന്റ് ചാർജസ്, വാട്ട് ആർ ഡൈപോൾസ്, എക്സാമ്പിൾസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
പോയിന്റ് ചാർജസ് എന്ന് വെച്ചാൽ ലിഗാൻഡ് വിൽ ബി ചാർജ്, അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എഫ് മൈനസ്, OH minus, Cl minus, Br minus, SCN minus. These are all examples where it is charged. Okay, അപ്പൊ മെറ്റലും അതുപോലെ തന്നെ ഈ ലിഗാൻഡ് ചാർജ്ഡ് ആയ ലിഗാൻഡ് തമ്മിലുള്ള ഇന്ററാക്ഷൻ അങ്ങനെ പറയും. ഓക്കെ, ഓർ യു കോൾ ഇറ്റ് ലൈക്ക് ദിസ്. അവരുടെ അടുത്ത് പറയുന്നുണ്ട് മെറ്റൽ ലിഗാൻഡ് ചാർജ്ഡ് ആണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സപ്പോസ് നമ്മള് എഫ് മൈനസ് എടുത്തു വിചാരിക്കുക, എഫ് മൈനസ് എടുത്തു എന്ന് വിചാരിക്കുക, ഇവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് കോൾഡ് അയോൺ. ദിസ് ഇസ് എൻ അയോൺ അല്ലെ, അയോൺ അയോൺ ഇന്ററാക്ഷൻ, അയോൺ അയോൺ ഇന്ററാക്ഷൻ. നൗ സി, ഈ കോംപ്ലക്സിലുള്ള മെറ്റൽ ഇറ്റ് ക്യാൻ ഈദർ എക്സിബിറ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ, മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് കാണിക്കുക. ലൂയിസ് ആസിഡ് ലൈക്ക് ക്യാരക്ടർ ആണ്, ലൂയിസ് ആസിഡ് ലൈക്ക് ക്യാരക്ടർ ഈ മെറ്റലിന്. ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്ന് വെച്ചാൽ, ലൂയിസ് ആസിഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനോട് അഫിനിറ്റി ഉണ്ട്. ഓക്കെ, ഓർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പോലും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ഇറ്റ്സ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും, ഇറ്റ് വിൽ ബി ഹാവിംഗ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവും, ഡി ഓർബിറ്റൽസ്, വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ ഈ വേക്കന്റ് ഡി ഓർബിറ്റൽസിലേക്ക് ആര് വരും? ലിഗാൻഡിന്റെ ഡ്യൂട്ടി എന്താ? ലിഗാൻഡ് വിൽ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ ഷെയറിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് കോവാലന്റ്. ദിസ് ബോണ്ട് ഇസ് കോൾഡ് കോർഡിനേറ്റ്. കോവാലന്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ബിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത്, ദിസ് ഇസ് കോവാലന്റ്, ദിസ് ഇസ് കോവാലന്റ്. ഓക്കെ, one each. For example, hydrogen, fluorine, ഇവർക്കിടയിലൊക്കെ കോവാലന്റ്. ഇവിടെ അങ്ങനെയല്ല, ഷെയറിംഗ് തന്നെയാണ് നടക്കുന്നത്. ബട്ട് ദ ഡോണർ ആരാണ് കൊടുക്കുന്നത്? ലിഗാൻഡ് തന്നെയാണ് പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ബോണ്ട് ഇസ് കോൾഡ് കോർഡിനേറ്റ് ബോണ്ട്. ആൻഡ് ഇത്തരം കോംപ്ലക്സസിന്റെ സ്റ്റഡി സ്റ്റഡീഡ് അണ്ടർ ദി ബ്രാഞ്ച് ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി. ഓക്കെ, അപ്പൊ ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ഇനി അതല്ലെങ്കിൽ ചാർജ്ഡ് അല്ലാതെയും ആകാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് അമോണിയ. അമോണിയയിൽ ആരാ ഇലക്ട്രോൺസ് കൊടുക്കുന്നത്? സപ്പോസ് മെറ്റലിന്റെ കയ്യില് വേക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട് വിചാരിക്കുക, മെറ്റലിന്റെ കയ്യിൽ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അമോണിയ ലൈക്ക് ദിസ് അല്ലേ, ഒരു ലോൺ പെയർ കൊടുക്കണം. ആരുടെ കയ്യിലുണ്ട്? നൈട്രജന്റെ കയ്യിലുണ്ട്. ഇവനിങ്ങനെ കൊടുക്കും, കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ, സോ NH3, H2O, എത്തിലീൻ ഡയമീൻ. ഓക്കെ, ഇറ്റ്സ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. രണ്ട് ഡോണർ ആറ്റംസ് ഉണ്ട് എത്തിലീൻ ഡയമീൻ. കണ്ടോ, ഇറ്റ് ഇസ് ബൈഡെൻഡേറ്റ്. ബൈഡെൻഡേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡോണർ ആറ്റം ഉണ്ട്, ഇവിടെയും ഒരു ഡോണർ ആറ്റം ഉണ്ട്. രണ്ടുപേർക്കും മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യാം. ദിസ് ഇസ് എത്തിലീൻ ഡയമീൻ, ഇ എന്ന് എഴുതും, എത്തിലീൻ ഡയമീൻ. ഓക്കെ, സോ ഈവൻ ഇങ്ങനെയും ഇന്ററാക്ഷൻ വരാം. ഈ ഇന്ററാക്ഷൻ എന്താ പറയാന്നറിയോ? മെറ്റൽ സപ്പോസ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിന് ലൂയിസ് ആസിഡ് ക്യാരക്ടർ തന്നെ ഉണ്ടാവും. അയോൺ, ദിസ് ഇസ് എ ഡൈപോൾ. ചാർജ്ഡ് അല്ലല്ലോ, ബട്ട് ഇറ്റ് ഇസ് ഡൈപോൾ. ഡൈപോൾ മൊമെന്റ് എങ്ങനെയാ അവന്റെ? ഇങ്ങനെ അല്ലെ. നൈട്രജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, നൈട്രജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഇതൊരു ഡൈപോൾ, മിനി ഡൈപോൾ പോലെ. സോ അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ. So these are the type of interactions, and interactions in the basisലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Okay, so just to summarize, CFT-ല് ഹൈബ്രിഡൈസേഷനോ ഓവർലാപ്പിംഗോ ഇല്ല. ഓൺലി ഇന്ററാക്ഷൻസ്, റിപ്പൾസീവ് ഇന്ററാക്ഷൻസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അട്രാക്റ്റീവ് ഇന്ററാക്ഷൻസ്. അങ്ങനെ ലിഗൻസിനെ മെയിൻലി രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, either പോയിന്റ് ചാർജസ് ഓർ പോയിന്റ് ഡൈപോൾസ്. ഓക്കെ, കോർഡിനേറ്റ് ബോണ്ട് എന്നാണ് കണ്ടു. ഇനി ഞാൻ റാൻഡം ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്ലോറിൻ നമുക്ക് എന്താ വേണ്ടത്? ലിഗാൻഡിന്റെ ഡ്യൂട്ടി എന്താ? അവന്റെ ജോലി എന്താ? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ അമോണിയയിലാണെങ്കിൽ നൈട്രജന്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ട്, അത് കൊടുക്കുന്നു. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ക്ലോറിൻ ഒരു ലിഗാൻഡ് ആണോ? എന്ത് തോന്നുന്നു? ക്ലോറിൻ ലിഗാൻഡ് ആണോ? ആണ്. ഇങ്ങനെ ക്ലോറിൻ ലിഗാൻഡ് ആണോ? Or is it like this? Chloride or both? രണ്ടും കറക്റ്റ് ആണോ? എന്ത് തോന്നുന്നു?
കേസ് എ, കേസ് ബി. ഇവന്റെ കയ്യിൽ ലോൺ പേഴ്സ് ഉണ്ട്, ഇവന്റെ കയ്യിൽ ലോൺ പേഴ്സ് ഉണ്ട്, റൈറ്റ്? 7 പേര്. ഇവരുടെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് 8 പേര്. ലോൺ പേർ കൊടുത്താ പോരെ? What do you think? A and B correct ആണോ? പറഞ്ഞോളൂ. Only B. Okay, why? ഇവിടെ ലോൺ പേരുണ്ടല്ലോ, കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്ത. വൈ? ഏല് ഷെയറിംഗ് അല്ലേ നടക്കുക? അല്ല, സി ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമല്ലോ, ഇതിനൊരു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും ഇഫ് പോസിബിൾ. ഒരു ഇലക്ട്രോണും ഇവിടെ ഒരു ഇലക്ട്രോണും കൂടെ കൊടുത്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ഇസ്, ഇവൻ ഒരു ലോൺ പെയർ കൊടുക്കുമോ ടു ഫോം എ കോർഡിനേറ്റ് ബോണ്ട്? കറക്റ്റ് ആണ്, ബി മാത്രമാണ് ശരി, എ തെറ്റാണ്. വൈ? എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ. Chlorine is electronegative. Yeah, I mean it should be electrostatic in nature, right? Yes, there's Either dipole or a point charge is required for a ligand to be a ligand, something like that. Okay. See, the answer is chlorine. See, the answer is chlorine is 1 electron short, right? ക്ലോറിൻ ആയിക്കോട്ടെ, ഫ്ലൂറിൻ ആയിക്കോട്ടെ, ബ്രോമിൻ ആയിക്കോട്ടെ, അയഡിൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും അവന് ചുറ്റും എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 7 ഇലക്ട്രോൺസേ ഉള്ളൂ, റൈറ്റ്? ഇറ്റ് ഈസ് 1 ഇലക്ട്രോൺ ഷോർട്ട് ഫ്രം ഇറ്റ്സ് ഒക്ടറ്റ്. അവൻ സ്റ്റേബിൾ അല്ല. അപ്പൊ ഈ സ്റ്റേബിൾ അല്ലാത്ത ക്ലോറിൻ 1 പെയർ ഓഫ് ഇലക്ട്രോണിന് കൊടുക്കാൻ പോവില്ല. ഓക്കെ, അവൻ ആദ്യം എന്ത് ചെയ്യും? എവിടെന്നെങ്കിലും ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ മേടിക്കും, Cl മൈനസ് ആകും. നൗ ഇറ്റ് ഇസ് സ്റ്റേബിൾ, ഒക്ടറ്റ് സാറ്റിസ്ഫൈ ആയി, ആൻഡ് ഇറ്റ് വിൽ ഡൊണേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് മനസ്സിൽ വെച്ചാൽ മതി. ദാറ്റ് ഇസ് FCl, Br, I ഇവരൊന്നും ലിഗാൻസ് അല്ല. ഓക്കെ, ഇവരൊന്നും ലിഗാൻസ് അല്ല. ബട്ട് F മൈനസ്, Cl മൈനസ്, Br മൈനസ്, I മൈനസ് ഇവരൊക്കെ ലിഗാൻസ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, സ്റ്റേബിൾ ആയി, അവൻ കൊടുക്കും. ഓക്കെ അല്ലേ? അത്രയല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ലെറ്റ്സ് സീ, ഇപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ. ഇതിന്റെ ബേസിസിലാണ് 18 ഇലക്ട്രോൺ റൂൾ ഒക്കെ പറയുന്നത്. ഇങ്ങനെ ഈ ഒക്ടറ്റ് NH3 കേസ് കണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. NH3 കേസ്, CNH3 ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ എന്നിന്റെ ചുറ്റും നോക്കിക്കേ, 1 1 2 3 4 5 5 നൈട്രോജന്റെ പെന്റാവാലന്റ്, 3 ഷെയറിംഗ് വഴിയും കിട്ടുന്നുണ്ട്, 8. നൈട്രോജന് ചുറ്റും ഒക്ടറ്റ് ഇസ് കംപ്ലീറ്റ്, സ്റ്റേബിൾ ആണ്, അവൻ ഇവനെ കൊടുക്കും. ഓക്കെ, വാട്ട് ഇഫ് യു ഹാവ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ലിഗാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ്, ക്യാൻ യു കാൽക്കുലേറ്റ് ദ ചാർജ് ഓഫ് ദിസ് ലിഗാൻഡ്? ഇവൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നേരെ തിരിച്ച് ചോദ്യം ഞാൻ നേരെ തിരിക്കുകയാണ്. ഓക്കെ, PR2 എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് മൈറ്റ് ബി ദ ചാർജ് ഓൺ ഫോസ്ഫറസ്? 2 minus. 2 minus. Different answers? വേറെ ആൻസേഴ്സ്? എല്ലാവർക്കും 2 മൈനസ് കിട്ടിയേ? Okay, let's try. Phosphorus is pentavalent. 5 പേരുണ്ട് ചുറ്റും, like this. Okay, so 5 പേരും ചുറ്റുണ്ട്. So 5 6 7 അല്ലേ? ശരിയല്ലേ? നോക്കൂ, എണ്ണു. 1 2 3 4 5 6 7 7 പേര്. It is 1 electron short from completing its octet. ഒരാളെയും കൂടെ എക്സ്ട്രാ മേടിക്കണം. ആരായിട്ടാ വരിക? അവൻ മൈനസ്. ഓക്കെ, PR2 മൈനസ്. 1 electron മേടിച്ചു കഴിഞ്ഞാൽ then it can donate. Okay, so the charge on this ligand is minus. Okay, oxidation states ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. Okay, now crystal field splitting
in octahedral complexes. Octahedral complexes. Okay, അതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന് octahedral geometry ഏതാണെന്നും ആൻഡ് സ്പ്ലിറ്റിംഗ്. ആരുടെ സ്പ്ലിറ്റിംഗ് നടന്നത്? സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഇനി ഈ ക്രൂസൽ ഫീൽഡ് തിയറിയിൽ എല്ലാം you will be learning about tetrahedral, you will be learning about square planar, trigonal prismatic, trigonal bipyramidal, square pyramidal, square antiprismatic, എല്ലാത്തിന്റെയും സ്പ്ലിറ്റിംഗ് പഠിക്കാനുണ്ട് നമ്മൾ. സോ സ്പ്ലിറ്റിംഗ് പഠിക്കുന്നത് ഡി ഓർബിറ്റൽസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് സി എഫ് ടിയുടെ ഒരു ലിമിറ്റേഷനും കേട്ടോ. സി എഫ് ടിയില് അവർ ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ഓൺ ഡി ഓർബിറ്റൽസ് ആണ്. ആ ഒരു ലിമിറ്റേഷൻ കാരണമാണ് എൽ എഫ് ടി വന്നത്. ഡി മാത്രം ഫോക്കസ് ചെയ്താൽ പോരല്ലോ, എസ് ഉണ്ട്, പി ഉണ്ട്. സോ എസ്, പി ആൻഡ് ഡി ഒക്കെ ക്ലബ് ചെയ്തിട്ടാണ് എൽ എഫ് ടി വരുന്നത്. ഓക്കെ, സോ ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് പറഞ്ഞാലോ. ഫസ്റ്റ് നമ്മൾ മെറ്റൽ മാത്രം എടുക്കുകയാണ്, ഐസൊലേറ്റഡ് മെറ്റൽ, ഓർ ലെറ്റ്സ് സേ മെറ്റൽ ഇസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. മെറ്റൽ ഇസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഓക്കെ, മെറ്റൽ മാത്രം എടുക്കുകയാണെങ്കിൽ എനി മെറ്റൽ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഉണ്ടാവും. ഡി എത്ര ഡി ഓർബിറ്റൽസ് ഉണ്ടാവുക? 5. 5 പേരറിയാം? ഓക്കെ, 5 ഡി ഓർബിറ്റൽസ് are there. ഒന്ന് dz², dx² y², dxy, dyz and dxz. ഓക്കെ, കാണിച്ചു തരാം. ഡി ഓർബിറ്റൽസ് 5 എണ്ണമാണുള്ളത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ആൻഡ് ഇവരുടെ എല്ലാവരുടെയും എനർജി ദേ ആർ ദ സെയിം. 5 പേരുടെയും എനർജി ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ, മെറ്റലിന് ചുറ്റും ഇപ്പൊ ലിഗാൻഡ് ഒന്നും ഇല്ലാട്ടോ, ഒന്നുമില്ലാച്ച ഈ 5 പേരുടെയും എനർജി ലെവൽ വിൽ ബി ദ സെയിം. എന്ന് വെച്ചാൽ ദേ ആർ കോൾഡ് ഡീജനറേറ്റ്. 5 പേരുടെയും എനർജി സെയിം ആണെങ്കിൽ ദേ ആർ കോൾഡ് ഡീജനറേറ്റ്. 5 പേരാണുള്ളത്. ഓക്കെ, നൗ ഐ വിൽ ഷോ യു ഒരു കാര്യം കാണിച്ചു തരാം. ഡി ഓർബിറ്റൽസ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. സി കാണുന്നുണ്ടോ? Just a second. Figure കാണാമോ? Yes. Okay, so let's take this as z-axis. Suppose this is z-axis എന്ന് വിചാരിക്കൂ, this is x-axis എന്ന് വിചാരിക്കൂ, and this is y-axis. Suppose, okay, so there are 5 d orbitals. Adile this arrangement is called dz². Havide edittunde alle dz², where the lobes of the d orbital are aligned along the z-axis. And ivide the lobes are arranged. Ipo njan varakkam. Suppose this is x-axis nu vicharikku, this is y-axis nu vicharikku. When the lobes ingane irikkum along x and along y, like this, along the axis. As a result, these two are called axial orbitals. They are called axial orbitals. Okay, lobes evide karunathu along the axis. Very important. Okay, axial um non axial undu. Ivare renduperum axial category il varunnathanu. Along the axis aanu ivide lobes kadakkunnathu. Okay, adutha rendanam. Ini moonennam undu. Avare non axial aanu. Non axial in the sense, suppose ഒരു example കാണിച്ചു തരാം. If this is x and y, example അല്ല ഒരെണ്ണം, along the axis അല്ല, in between the axis ആയിരിക്കും ഇവര്, like this. This is dxy, like this, dxy. dyz ആണെങ്കിൽ എങ്ങനെയായിരിക്കും? In between y and z, right? dyz. dxz ആണെങ്കിൽ എങ്ങനെയായിരിക്കും? In between x and z. Okay, let's say this is x, this is z. Okay, but these are non-axial. In between the axis ആണ് ഈ lobes കിടക്കുന്നത്. 3D ആയിട്ട് കാണണം ചാ കാണിച്ചുതരാം. See, it look like this. Okay, like this. And the axis in the in between ആണ്. This is the axis. ഇതാണ് ആക്സിസ്, കണ്ടോ?
ആക്സിസുകളുടെ ഇടയിലാണ് ലോബ്സ് കിടക്കുന്നത്. പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ലൈൻസ് കണ്ടോ, അതാണ് ആക്സിസ്. അതിന്റെ ഇടയിലൂടെയാണ് ലോബ്സ് അവരുടെ ഫേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ആക്സിയൽ ആൻഡ് നോൺ ആക്സിയൽ. ആക്സിയൽ എത്ര പേരുണ്ട്? 2. നോൺ ആക്സിയൽ എത്ര പേരുണ്ട്? 3. ദീസ് ആർ നോൺ ആക്സിയൽ ഓർബിറ്റൽസ്. ഓക്കെ, സോ നൗ മെറ്റൽ അവരുടെ ഫ്രീ സ്റ്റേറ്റിലാണ്. വാട്ട് ഹാപ്പൻസ് ഇസ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ ആദ്യം അറിയേണ്ടത് എന്താ വെച്ചാൽ ലിഗാൻസിന്റെ എണ്ണം 6 എണ്ണാണ്. 6 ലിഗാൻസ്. 6 ലിഗാൻസ് ആണ് ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, 6 പേര്. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ 6 പേരും ഐ ജസ്റ്റ് ഷോ 6 പേരും സിമെട്രിക്കലി ഇങ്ങനെ വരും. ഓക്കെ, they'll form a ligand field. Coordinate bond form ചെയ്തിട്ടില്ല. They'll just form a field. Okay, ചുറ്റും വന്ന് നിൽക്കും. They are approaching the metal. So once they start approaching the metal, എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഓക്കെ, ഞാനത് ജസ്റ്റ് മാറ്റിയാണ്. 5 പേരുണ്ട്, 5 പേരും ഡീജനറേറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഡേറ്റ് താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ് 1. സ്റ്റേറ്റ് 2 എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, when there is a symmetrical ligand field, ബോണ്ട് ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ബോണ്ട് ഫോം ചെയ്തിട്ടില്ല. ഒരു സിമെട്രിക്കൽ ലിഗാൻഡ് ഫീൽഡ് വരുമ്പോ ഈ മെറ്റലിന്റെ എനർജി കുറച്ച് കൂടും. സപ്പോസ് വി ഹാവ് എനർജി ഓൺ ദിസ് ആക്സിസ്. സപ്പോസ് ദിസ് ഇസ് സ്റ്റേറ്റ് 2. എന്തായിരിക്കും കാരണം? ബോണ്ട് ഫോം ചെയ്തിട്ടില്ല, എന്നാലും മെറ്റലിന് ചുറ്റും 6 ലിഗാൻഡ്. ഓക്കെ, ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ 6 പേരാണ് ഉണ്ടാവുക. വരുമ്പോ ഒരു ലിഗാൻഡ് ഫീൽഡ് വരുമ്പോ ഇവരുടെ എനർജി കൂടും. യു നോ വൈ? 2 റീസൺസ്. ഒന്ന്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻ. ഇതാണ് CFE പറയുന്നത്, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻ. ഒന്നാമത്തെ റീസൺ ഇസ് മെറ്റലിന്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഡി ഇലക്ട്രോൺസ് ഉണ്ട്. ലിഗാൻസ് ആരെ കൊണ്ടാണ് വരുന്നത്? ഇലക്ട്രോൺസിനെ കൊണ്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് റീസൺ ഇസ് ഡ്യൂ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ. റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് എന്ത് ചെയ്യും? എനർജി കൂട്ടും, സ്റ്റെബിലിറ്റി കുറയ്ക്കും. എനർജിയും സ്റ്റെബിലിറ്റി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എനർജി is inversely proportional to stability. Energy is inversely proportional to stability. Okay, ഒന്ന് ഇലക്ട്രോൺ റിപ്പൾഷൻ മാത്രമല്ല, മെറ്റലിന്റെ ന്യൂക്ലിയസും ലിഗാൻഡിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള റിപ്പൾഷനും ഉണ്ട്. സോ ബിക്കോസ് ഓഫ് ദി ബോണ്ട് ഫോം ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് അവരുടെ ഒരു സിമെട്രിക്കൽ ഫീൽഡ് ഉണ്ടാകുമ്പോൾ തന്നെ വേണമെങ്കിൽ എഴുതിക്കോളൂ താഴെ, സിമെട്രിക്കൽ ലിഗാൻഡ് ഫീൽഡ്. Increase in energy due to symmetric ligand field. Okay. Now, what happens? അപ്പോൾ ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ എനർജി കൂടും. What happens when it forms a bond? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുമ്പോ ഒക്ടാഹെഡ്രൽ ജോമെട്രി എങ്ങനെയാണെന്നറിയോ? ഇറ്റ്സ് ലൈക്ക് ദിസ്. 2 റെപ്രസെന്റേഷൻസ് ഞാൻ കാണിക്കാം. ഓക്കെ, ലിഗാൻഡ് ലൈക്ക് ദിസ്. സപ്പോസ് ഈ 2 ലിഗാൻഡ്സ് പ്ലെയിനിലാണെങ്കിൽ the other 4 ligands will be perpendicular to it. ഇങ്ങനെ. Or this is one way. Or നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്താൽ മതി. 4 പേരും ഉണ്ടെന്ന് വിചാരിക്കൂ. 4 ligands here. ഇതൊരു സ്വയർ പ്ലെയിൻ പോലെ. One will be above and the other one will be below. മനസ്സിലാവുന്നില്ലേ? Square plane and one above, one below. This is how a octahedron geometry looks like. Okay, looks like. So ഇങ്ങനെ ഒരു octahedral geometry ഫോം ചെയ്യാൻ വേണ്ടി ligands approach ചെയ്യുമ്പോൾ they'll approach along the axial orbitals. Okay, I'll repeat once again. Whenever octahedral geometry form ചെയ്യാൻ വേണ്ടിയിട്ട് bond form ചെയ്യണം, coordinate bonds form ചെയ്യണം. Coordinate bond form ചെയ്യുന്ന സമയത്ത് ligands approach ചെയ്യുന്നത് along axial bonds ആണെന്ന്, axial orbitals ആണെന്ന്. Why? See, you have metal here. Okay, you have metal here. Suppose എന്ന് ട്യൂബിൽ പ്ലേസ് ചെയ്യാണ്, so that you can understand. വരച്ചോട്ടെ ഒരു മിനിറ്റ്. Okay, metal at the center. Okay, you have metal at the center. Okay, is this clear?
ലിഗാൻസ് എവിടെയൊക്കെ ഉള്ളത്? 6 ഫേസസിന്റെയും സെന്റേഴ്സിൽ. ഓഡിബിൾ അല്ലേ? അല്ല, റേഞ്ച് പോയിരുന്നു ഇടയ്ക്ക്. റേഞ്ച് പോകുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരി. സോ വി ഹാവ് 6 ലിഗാൻസ്. എവിടെ അവരുടെ പ്ലേസസ് കണ്ടോ? ക്യൂബിന്റെ സെന്റേഴ്സിൽ. ഓക്കെ, നൗ ഞാൻ ആക്സിസ് മാർക്ക് ചെയ്യാം. സപ്പോസ് ദിസ് ഇസ് ദി എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി സെഡ് ആക്സിസ് ആൻഡ് ദിസ് വൺ. ഓക്കെ, ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും കണക്ട് ചെയ്യുന്നത് ദിസ് വൺ ഇസ് വൈ ആക്സിസ് എന്ന് വിചാരിക്കും. ഒബ്സർവ് ദിസ്. നോക്കൂ, വിസിബിൾ ആണല്ലോ? ഓക്കെ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. ലിഗാൻഡ് വരുന്നത് ഈ മെറ്റലിന്റെ ആക്സിയൽ ഓർബിറ്റൽസ് വഴിയല്ലേ? ലിഗാൻഡ് എവിടെ നിൽക്കുന്നത് നോക്കിയേ. ഇങ്ങനൊരു dz² നമ്മൾ കണ്ടില്ലേ? Am I right? dz², ഇവനാരാ? dz², dz² d ഓർബിറ്റൽ അല്ലേ? ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് കണ്ടോ? along dz². ഇനി ഇത് നോക്കൂ. I'll take another ring. Suppose this one. ഈ ഓർബിറ്റൽ ഏതാ? യെല്ലോ കളറിൽ. This one. Loads of the d orbital are lying along x and y axis. ആരത്? dx² y². Exactly, dx² y². അപ്പൊ സി, ഒക്ടഹെഡ്രൽ ജോമെട്രി ഫോം ചെയ്യണമെങ്കിൽ ലിഗാൻഡ്സ് ഏത് വഴിയാ വരുന്നത്? They are approaching the metal along the axial orbitals. ശ്രദ്ധിക്കുക. Okay, if they are approaching along the axial orbitals, നമുക്ക് 2 ഉണ്ട് ആക്സിയൽ ഓർബിറ്റൽസ്, 3 നോൺ ആക്സിയൽ ഉണ്ട്. ലിഗാൻഡും ആക്സിയൽ ഓർബിറ്റൽസും ഓക്കെ, ലിഗാൻഡ്സും ആക്സിയൽ ഓർബിറ്റലിന്റെ ഇടയിൽ ഇന്ററാക്ഷൻ കൂടുന്നു. Am I right? dz² ഉം dx² ഉം y² ഉം, these are the axial orbitals. Along the axial orbitals, interaction with the ligand കൂടുന്നു. Interaction with the ligand കൂടുക എന്ന് വെച്ചാൽ മെറ്റലിന്റെ ഇലക്ട്രോണും ലിഗാൻഡിന്റെ ഇലക്ട്രോൺസും തമ്മിൽ ഗ്രേറ്റർ റിപ്പൾസീവ് ഇന്ററാക്ഷൻസ്. അവരുടെ എനർജി കൂടി, മറ്റുള്ളവർക്ക് അത്ര എനർജി ഇല്ല. They won't feel that much repulsion. അവരുടെ എനർജി കുറഞ്ഞു. dxy, dxz, dyz. This is it. ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. This is from group theory. This is notated as T2G and this is EG. Clear ആണോ? ഇവരുടെ എങ്ങനെ എനർജി കൂടിയത്? See, ligands അപ്രോച്ച് ചെയ്യുന്നത് along the axial orbitals ആണ്. ആക്സിയൽ ഓർബിറ്റൽസിന്റെ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ലിഗാൻഡ്സ് വരുന്നത് along axial orbitals ആണ്. അപ്പോൾ greater will be the repulsive interaction. Repulsive interaction കൂടുതലെങ്കിൽ എനർജി കൂടുതൽ, അവന്റെ എനർജി കൂടി. ഓക്കെ, നോൺ ആക്സിയൽ ഓർബിറ്റൽസ് ആയിട്ട് അത്ര കണ്ട ഇന്ററാക്ഷൻസ് ഇല്ല, അതുകൊണ്ട് അവന്റെ എനർജി കുറഞ്ഞു. ഓക്കെ, ആൻഡ് there is another term at the center. You can find it like this: barrier center retained. Barrier center is retained എന്ന് കാണും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? Barrier center is retained, which means എത്ര കണ്ടാണോ മുകളിലേക്ക് പോകുന്നവർ എന്താ സംഭവിക്കുന്നത്? ഫ്രം സെന്റർ മുകളിലേക്ക് പോകും, എനർജി കൂടും. എനർജി കൂടുക മീൻസ് ഡീസ്റ്റെബിലൈസേഷൻ. റൈറ്റ്, എനർജി കൂടുക മീൻസ് ഡീസ്റ്റെബിലൈസ്. ഒരു സിസ്റ്റമിന് എനർജി കൂട്ടാൻ ആഗ്രഹമില്ല. ഇറ്റ് വോണ്ട്സ് ടു സ്റ്റേ ഇൻ ഇറ്റ്സ് മിനിമം എനർജി. ഓക്കെ, സോ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡീസ്റ്റെബിലൈസേഷൻ, താഴേക്ക് പോകുകയാണെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റെബിലൈസേഷൻ. എനർജി കുറയുക, സ്റ്റെബിലൈസേഷൻ. സോ ദിസ് difference is notated like this: delta zero. Okay, EG T2G ഗ്യാപ്പിലെ നോട്ട് സീറോ, ഒക്ടാഹെഡ്രലിന്റെ O ആണ്, ഡെൽറ്റ O. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഡെൽറ്റ T, സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ ഡെൽറ്റ SC. ഓക്കെ, EG T2G ഗ്യാപ്പ് ആണ് ഡെൽറ്റ O. ഓക്കെ, ദിസ് ഇസ് ടോട്ടൽ EG T2G. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാരിയർ സെന്റർ ഇസ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, വിച്ച് മീൻസ് ഫ്രം ദ മിഡിൽ മുകളിലേക്ക് അവർ പോകുന്നത്, എഴുതിത്തരാം. ഐ വിൽ ടെൽ യു ദി വാല്യൂസ്. +0.6 ഡെൽറ്റ നോട്ട് ആണ്, താഴേക്ക് വരുന്നത് -0.4 ഡെൽറ്റ നോട്ട് ആണ്. എന്താണ് അർത്ഥം നോക്കൂ. മുകളിലേക്ക് എത്ര ഓർബിറ്റൽസ് പോകുന്നുണ്ട്? 2. 2 ×
പ്ലസ് 0.6 ഡെൽറ്റ ഒ. എത്രയാണ്? അതെ, 2 കറക്റ്റ്. എത്രയാണ്? പ്ലസ് 1.2 ഡെൽറ്റ ഒ. ഓക്കെ, ദാറ്റ് മീൻസ് ഇജി ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദ സിസ്റ്റം വിൽ ഗെറ്റ് ഡീസ്റ്റെബിലൈസ്ഡ്. പ്ലസ് സൈൻ എന്താ സൂചിപ്പിക്കുന്നത്? ഈ പ്ലസ് സൈൻ എന്താ സൂചിപ്പിക്കുന്നത്? ഇറ്റ്സ് എ സൈൻ ഓഫ് ഡീസ്റ്റെബിലൈസേഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എ സൈൻ ഓഫ് ഡീസ്റ്റെബിലൈസേഷൻ. Okay, what happens if an electron enters to T2G? എത്ര പേരാണ് T2G യിലേക്ക് പോകുന്നത്? നോക്കിക്കേ, T2G എത്ര പേര് ഇറങ്ങി പോകുന്നത്? 3 പേര്. 3 into minus 0.4 delta O is equal to minus 1.2 delta O. Okay, minus meaning sterilization. Minus meaning stabilization. Okay, so kando നോക്കൂ, destabilizationന്റെ value is plus 1.2. Stabilization value is minus 1/2. Destabilization is plus 1/2, which means എത്ര കണ്ടാണോ മുകളിലേക്ക് പോകുന്നത് for destabilization, അത്ര കണ്ട് തന്നെ താഴോട്ടും സ്റ്റെബിലൈസേഷന് പോകും. അതാണ് ഇതിന്റെ അർത്ഥം. Barrier center is retained ന്റെ അർത്ഥം. ഓൾവേസ് ഏതൊരു ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും ബാരിയർ സെന്റർ റീറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, നൗ ജസ്റ്റ് ക്വിക്ക് ടിപ്സ് ഇപ്പൊ തീർക്കാം. ഒന്ന്, ഫസ്റ്റ് പോയിന്റ്, സി വി സെഡ് ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇജിയും T2Gയും ആയിട്ടാണ് കണ്ടു. T2G EG. So depending upon the ligand ഈ സ്പ്ലിറ്റിംഗ് കൂടാം. ഓക്കെ, ഈ സ്പ്ലിറ്റിംഗ് കൂടാം. This is T2G EG again. So എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, on the left you have a complex with weak ligands. വീക്ക് ലിഗാൻഡ് ഉള്ള ഒരു കോംപ്ലക്സ് ആണ് വിചാരിക്കുക, വീക്ക് ലിഗാൻഡ്. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് കുറവ്. വൈ? വീക്ക് ലിഗാൻഡ്സ് വരുമ്പോ ലിഗാൻഡും മെറ്റലുമായിട്ടുള്ള ഇന്ററാക്ഷനും വീക്ക് ആയിരിക്കും. ആസ് എ റിസൾട്ട് സ്പ്ലിറ്റിംഗും വീക്ക് ആയിരിക്കും. ഓക്കെ, നേരെ മറിച്ച് on the right you have a complex where the metal is encountering a strong ligand. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോ എന്താ? ലിഗാൻഡ്സും മെറ്റലായിട്ടുമുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ്. ഇന്ററാക്ഷൻ സ്ട്രോങ് എങ്കിൽ സ്പ്ലിറ്റിംഗും സ്ട്രോങ്, കൂടുതൽ. 1. This is the first type of question. ഞാൻ പറയുന്നത് ടൈപ്പ് PYQs ആണ് കേട്ടോ. എന്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഞാൻ പറയാണ്. ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളതിന് അനുസരിച്ചിട്ട് വി ഹാവ് ടു സോൾവ് പ്രോബ്ലംസ്. ടൈപ്പ് 1. 2, suppose you have to fill electrons. Okay, you have a weak complex, you have a strong complex. Strong complex means strong ligand ഉള്ള ഒരു കോംപ്ലക്സും വീക്ക് ലിഗാൻഡ് ഉള്ള കോംപ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. And you have 6 electrons to fill. രണ്ടിലും you have 6 electrons to fill. Okay, എങ്ങനെ ഇവിടെ ഫില്ലിംഗ് നടന്നതെന്ന് അറിയോ? 1, 2, 3, 4th electron can easily jump. കാരണം എന്താ? Why? ഇവിടെ അങ്ങനെ ഒരു ജമ്പ് പോസിബിൾ. സോറി, കേൾക്കണില്ല. ഇവിടെ എക്സാക്ട്ലി ഇവിടെ കുറവാണ്, കുറച്ച് എനർജി മതി ചാടിപ്പോവാൻ. ഓക്കെ, സോ 1, 2, 3 they are degenerate, triply degenerate, 3 എണ്ണം ഇവിടെ ഫിൽ ആവും. ആൻഡ് ദെൻ 4th one മുകളിലേക്ക് എളുപ്പത്തിൽ ചാടിപ്പോവും. 5 ഡബ്ല്യൂ ഡീജനറേറ്റ് ആണ്. ആൻഡ് ദെൻ 6 തിരികെ താഴെ വരും. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ദിസ് ഇസ് ഹ്യൂജ്, കമ്പാരിറ്റീവ്ലി ഹ്യൂജ്, അതുകൊണ്ട് ചാടിപ്പോവില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബേസിസിൽ തന്നെ they'll ask you something like this. mu കാണാൻ പറയും, മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ പറയും. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയോ? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് n into n plus 2 where n is the number of unpaired electrons. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന സ്പിൻ ഓൺലി ആണ്, അല്ലാത്തതുണ്ട്, ടോട്ടൽ ഉണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണും. ജസ്റ്റ് ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്.
Okay. Number of unpedal. And fourth one is labile or inert. Labile or inert. What does inert mean? Inert gases, noble gases. And അതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ഞാനൊരു 2 സിസ്റ്റംസ് വരാം, എനിക്ക് പറഞ്ഞു തരൂ ഇതിൽ ഏതായിരിക്കും റിയാക്റ്റീവ് എന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഇവിടെ യു ഹാവ് 1 2 3 4 5. ഇവിടെ 1 2 3 4 5. ഓക്കെ, ഏതാണ് ഇനേർട്ട്, ഏതാണ് അല്ലെങ്കിൽ വേണ്ട, ഏതാണ് കൂടുതൽ സ്റ്റേബിൾ, ഏതാണ് അത് മതി. വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി മോർ സ്റ്റേബിൾ മതി. Second one. ഓക്കെ, വൈ കറക്റ്റ്. വൈ നോക്കൂ, ഇവിടെ ഇലക്ട്രോൺസ് എവിടെ ഇരിക്കുന്നത്? T2G5 EG0 അല്ലെ? ഓരോ ഇലക്ട്രോൺ T2Gയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞു സിസ്റ്റം എന്തായി പോവും? സ്റ്റേബിൾ ആയിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെ ഇറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ 5 into -0.4 delta O. ഓക്കെ, സ്റ്റേബിൾ ആയി. ഇവൻ എങ്ങനെ ഇരിക്കുന്നത്? T2G3 EG2 അല്ലെ? T2G കയറി സ്റ്റേബിൾ ആകും. 3 into -0.4 delta O. ഓക്കെ, EG യിൽ കയറുമ്പോൾ സംഭവിക്കുക ഡീസ്റ്റെബിലൈസ് ആകും. റൈറ്റ്? So -1.2 plus 1.2 delta O 0. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാക്സിലേക്ക് പോകരുത്. -2 0നേക്കാളും ചെറുതാണല്ലോ എന്ന് കരുതരുത്. മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? മൈനസ് ഉദ്ദേശിക്കുന്നത് ന്യൂമറിക്കൽ വാല്യൂ അല്ല, സ്റ്റേബിൾ. സ്റ്റേബിൾ കേട്ടോ, സ്റ്റേബിൾ. 2 units more stable than the system. So these are the questions, mainly this much type of questions ആണ്. ഇനി വരുന്നത് എക്സ്ട്രാ CFSE ബേസിസിലാണ്. എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 questions ഒന്ന് എഴുതാണ്. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് 2 questions ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, note down the question. Magnetic moment of cobalt H2O 6 times 2 plus is approximately. Options under approximately. Option A 2.5 Bohr magneton, that is a unit. Bohr magneton unit ആണ്. Units very important physical chemistry പറയുമ്പോൾ 3.9 Bohr magneton. Option B none. Okay, so cobalt 2 plus. Okay, cobalt എന്ന് വെച്ചാൽ it is D7 3D7 4S2. Okay, cobalt 2 plus എന്ന് വെച്ചാൽ 2 പേര് പോയി, 3D7 ആയി. ഇതൊക്കെ അതിന് മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. വാട്ടർ ഇസ് വീക്ക്, അത്രയും ഞാൻ പറഞ്ഞുതരാം. വാട്ടർ ഇസ് വീക്ക്. Water is weak. Weak ligand ആണ്. Okay, now try. 6 ligands ആണുള്ളത്. octahedral geometry ആയിരിക്കും. വരുന്ന ലിഗാൻഡ് വീക്ക് ആണ്. സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. Fill accordingly, find number of unpaired electrons and find magnetic moment. 3.9 3. Oh, good. സി അല്ലെ? എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നമ്മള്? T2G താഴെ EG മുകളിൽ. സ്പ്ലിറ്റിംഗ് കുറവായിരിക്കില്ലേ? 1 7 ഇലക്ട്രോൺസ് ഉണ്ട് ഫില്ല് ചെയ്യാൻ അല്ലെ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫോർത്ത് വൺ ഇവിടെയെല്ലാം മുകളിലേക്ക് ചാടിപ്പോവും. വീക്ക് ആണ്, സ്പ്ലിറ്റിംഗ് കുറവാണ്. 5 6 7. So you have 3 unpaired electrons. 3 into 3 plus 2. Root of n into n plus 2. 3 plus 2 is 5 into 3 15. So root 16 is approximately 4. Upper root 15 is less than 4. Closest one is option C. Okay.
Okay, next one. Lability. Inert means stable. Labile means നേരെ opposite. React ചെയ്യുമൻ. Okay? Inertന്റെ നേരെ opposite ആണ് labile. Okay. Lability of ions forming octahedral. This is octahedral, no? Octahedral geometry. Cr2 plus V2 plus manganese 2 plus. ഞാൻ ഓപ്ഷൻസ് എഴുതൂ. I'll give you the configurations. Coordination നമ്മൾ അത് മുതൽ തുടങ്ങുമ്പോൾ you will be familiar. Don't worry. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി തരാം. Chromium 2 plus is D4. Vanadium 2 plus is D3. 2 plus ടോ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. Chromium 2 plus is D4. Vanadium 2 plus is D3 and this is D5. Try. Lability ആണ് ചോദ്യം. Inertness ആണ് lability. Okay. Stabilityയുടെ ഓർഡർ എഴുതുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. Option A. അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഇഫ് ദ ഇൻകമിംഗ് ലിഗാൻഡ്സ് സ്ട്രോങ് ഓർ വീക്ക്. മെൻഷൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ടേക്ക് ഇറ്റ് ആസ് വീക്ക്. വീക്ക് ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. മെൻഷൻ ചെയ്തിട്ടില്ല അവർ. ഓക്കെ, സെയിം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓപ്ഷൻ ബി. ഇങ്ങനെ നമ്മൾ ചെയ്യാം. ആണെങ്കിൽ 1 2 3 4 അല്ലേ? Exactly. G2G3 Eg1. 3 into minus 0.4 plus 0.6 അല്ലെ? ഒരു ഇലക്ട്രോൺ Eg എൻറ്റർ ചെയ്യുന്നു. സോ എത്ര വരും? minus 1.2 plus 0.6 minus 0.6. ശരി. സ്റ്റേബിൾ ബൈ 0.6. വനേഡിയം 2 പ്ലസ് വരുമ്പോഴോ ഇവിടെ മാത്രമേ ഉള്ളൂ 3 പേര്. T2G3. So it is minus 1.2 delta O. ശരിയല്ലേ? What if it is manganese? Manganese 2 plus എന്ന് വെച്ചാൽ like this. Eg2 exactly. So minus 0.4 into 3 plus 0.6 into 2 delta O. അയ്യോ സോറി, ഡെൽറ്റ O. എല്ലാവർക്കും കിട്ടുന്നില്ലേ? minus 1.2 plus 1.2 delta O 0. So which is most stable? Stabilityയുടെ ഓർഡർ എന്താ? Stability ജിജി. Stability എന്താ? Stable. എന്തൊരു വാല്യൂ എടുത്തത്? എന്തോ V2 plus. So നോക്കിക്ക്, this is stable by 1.2. This is stable by 0.6. 0. മാംഗനീസിനെക്കാട്ടും സ്റ്റേബിൾ ആണ്. മൈനസ് എന്താ കാണിക്കുന്നത്? സ്റ്റെബിലിറ്റി. V2 plus ആണ് സ്റ്റേബിൾ. മോസ്റ്റ് സ്റ്റേബിൾ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. വനേഡിയം 2 plus is more stable. അപ്പൊ ഇനോട്ട്നെസിന്റെ ഓർഡർ എന്തായിരിക്കും? ഇനോട്ട്നെസ്. വനേഡിയം ഭയങ്കര സ്റ്റേബിൾ ആണെങ്കിൽ അവൻ റിയാക്ട് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ഇനേർട്ട്. ഇറ്റ് വിൽ ബി ഇനേർട്ട്. അപ്പൊ ലബൈൽ സ്പീഷീസിന്റെ ഓർഡർ എന്തായിരിക്കും? ദ റിവേഴ്സ്. ഇവൻ ഇനേർട്ട് ആണെങ്കിൽ അവൻ ലീസ്റ്റ് ലബൈൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റൻസ് ഒന്നും ഉണ്ട്, ഞാൻ ഇനി സമയം എടുക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റും.
Okay, so there were 5 questions CFP ന്റെ ബേസിസിൽ. So we can do them. എളുപ്പമാണ്, കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. We can do them. Okay, so very important topic. ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എനി ഡൗട്ട്സ് ചോദിക്കൂ, അല്ലെങ്കിൽ വിൽ വൈൻഡ് അപ്പ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടോ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഓക്കെ, ഇഫ് നോട്ട് യു ആർ കൺക്ലൂഡിംഗ് ഇറ്റ്, ഇന്നത്തെ വീഡിയോയുടെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് മോസ്റ്റ് പ്രോബബ്ലി ബൈ ടുനൈറ്റ് ഒരു 12 മണിക്ക് ആവും, അല്ലെങ്കിൽ ടുമോറോ മോർണിംഗ് അവൈലബിൾ ആവും. സോ ഇഫ് യു ഹാവ് എനി confusing part, you can go through it once again and ask for help if you need. Okay, then classന്റെ നോട്ട്സും ഇതുപോലെ തന്നെ അവൈലബിൾ ആവും. സോ ഇതുപോലെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ അടുത്ത സെഷൻ സാറ്റർഡേ ആയിരിക്കും വരിക 7:30. ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഏകദേശം ബുധൻ വ്യാഴം ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ക്ലാസ് ഫിക്സഡ് ആണ്, ടോപ്പിക് നമ്മൾ അന്നേരം കൺഫേം ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു വെരി മച്ച്. ദെൻ ഇതിൽ ആരെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫിൽ ചെയ്യുക, ഞങ്ങൾ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഫിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ thank you all and have a good night. Thank you, sir.